അമിത്ഷായ്ക്ക് കൃത്യമായിട്ടുള്ള താല്പര്യമാണ് ചില കോർപ്പറേറ്റ് കമ്പനികളിലേക്കുള്ള, അതായത് നിഴൽ കമ്പനികളിലേക്കുള്ള വിദേശ നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത്. ഇതിന് വ്യക്തമായ തെളിവ് തങ്ങളുടെ പക്കൽ ഉണ്ട് എന്നുള്ളത് ജയറാം രമേശ് അടക്കമുള്ള നേതാക്കൾ തുടരെ പറയുന്നുമുണ്ട്. നമുക്കറിയാം, അമിത്ഷായ്ക്ക് വലിയ തോതിൽ കോൺഗ്രസിന്റെ പ്രഹരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായതാണ്. അദ്ദേഹത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കിയില്ല എങ്കിൽ കോൺഗ്രസ് സഭ സ്തംഭിപ്പിക്കുമെന്ന താക്കീത് നൽകിയിരുന്നു. നരേന്ദ്രമോദി ഒരു വേള ആലോചിക്കുക കൂടി ചെയ്യുന്ന ഒരു അവസരമുണ്ടായി. അദ്ദേഹത്തിനെ വീണ്ടും BJPയുടെ ദേശീയ അധ്യക്ഷനാക്കി ക്യാബിനറ്റിൽ നിന്ന് മാറ്റണമോ എന്നുള്ള തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ അമിത്ഷായ്ക്ക് ഒരു കാരണവശാലും മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ താല്പര്യമില്ല. കാരണം അദ്ദേഹത്തിന് കുറേയധികം അജണ്ടകൾ നടപ്പിലാക്കേണ്ടതായി ഉണ്ട്. എന്നാൽ കോൺഗ്രസിന്റെ നേതാവ്, അതായത് രാഹുൽ ഗാന്ധി എന്ന നിലവിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി എന്ന് ആഹ്വാനം ചെയ്ത് അദ്ദേഹത്തിന് ചാപ്പ കുത്തി അദ്ദേഹത്തിനെ രാജ്യദ്രോഹിയാക്കി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള ഒരു ഹിഡൻ അജണ്ടയുമായാണ് അമിത്ഷായുടെ PR ടീം ഇപ്പോൾ നടക്കുന്നത്. അമിത്ഷായുടെ PR ടീം കൃത്യമായും ഏകീകരിച്ച് പ്രവർത്തിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളെ സംബന്ധിക്കുന്ന കാര്യമാണ്. ഇത് പല രീതിയിൽ വീഡിയോകളാക്കി പല സ്രോതസ്സുകളിലൂടെ ഇന്ത്യൻ ജനതയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുക, ഇന്ത്യൻ ജനതയ്ക്ക് ഒരു നെഗറ്റീവ് പിക്ചർ കൊടുക്കുക, രാഹുൽ ഗാന്ധിയുടെ ഇമേജ് താറടിക്കുക. ഇതൊക്കെയാണ് അമിത്ഷായുടെ PR വർക്ക് പ്രധാനമായും ഏറ്റെടുത്ത് ചെയ്യുന്നവർ. അവർ ആഹ്വാനം കൊടുക്കുന്ന കാര്യം. ഈ നിർദ്ദേശങ്ങൾക്കെതിരെ ഡിഫമേഷന് കേസ് കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി തയ്യാറാകുന്നത്. വീണ്ടും സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ്. അതേസമയം അതേ രീതിയിൽ തന്നെ സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി ബുച്ചിനെതിരെയുള്ള നീക്കവും ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഒരു കാര്യം മാത്രം വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ നിന്നും ഇത്തരത്തിൽ ഒരു വനിതയെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മേധാവിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അവ്യക്തമായ കാര്യമാണ് BJP അന്ന് പറഞ്ഞത്. സുപ്രീം കോടതിയുടെ കീഴ്വഴക്കങ്ങളെ എല്ലാം ലംഘിക്കുന്ന പല രീതിയിലുള്ള ചട്ടവിരുദ്ധ നയങ്ങളും BJP അവലംബിക്കുമ്പോഴും അവർ അതിന് കൊടുക്കുന്ന പ്രതികരണം എന്നത് വളരെ ബാലിശമായി തോന്നുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി കൃത്യമായും പാർലമെന്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ ഡിഫമേഷൻ ഉൾപ്പെടെ കേസ് കൊടുത്ത് നിർണായകമായ നീക്കം നടത്താൻ താല്പര്യപ്പെടുകയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ജനപ്രിയത ഇടിച്ചു താഴ്ത്താൻ അദ്ദേഹം 2 ജോഡോ യാത്ര നടത്തിയതിലൂടെ BJPക്ക് ഉണ്ടായ കനത്ത നഷ്ടം എന്തുമാത്രമാണെന്നുള്ളത് അമിത്ഷായ്ക്ക് അറിയാം. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് ഓമന പേരിട്ടിട്ടുള്ള വർഗീയ ധ്രുവീകരണം കാരണം അമിത്ഷാ ഉത്തർപ്രദേശിൽ നേടിയെടുത്ത സീറ്റുകളും അതുപോലെ BJPയുടെ അടിത്തറയുമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും ജോഡോ യാത്രയിലൂടെ ഇളക്കി മറിച്ചത്. അതുൾപ്പെടെയുള്ള വൻ നഷ്ടങ്ങൾ അമിത്ഷായ്ക്ക് തീരാവേദനയാണ്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ഏറ്റവും പക്വതയോടെ കൈകാര്യം ചെയ്തു എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ നാട് കടത്തണം എന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ PR ടീം, അതായത് അമിത്ഷായുടെ PR ടീം ഇപ്പോൾ രഹസ്യ അജണ്ട പ്രവർത്തിക്കുന്നത്.